Hi all, welcome to this session. So in our previous sessions we learned finite differences, forward difference tables, and also we discussed the use of difference tables. So in this session we are going to discuss an important topic or important tool, which is interpolation technique. So we will learn what is this interpolation technique, how can we use this interpolation technique to solve many complex numerical problems, physical problems. So let's move to the topic. Interpolation എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിന്റെ പ്രയോജനം അല്ലെങ്കിൽ ഇതിന്റെ യൂസ് എന്തെന്ന് നോക്കാം. സപ്പോസ് യു ഹാവ് എ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നിങ്ങൾക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. സോ വി ഹാവ് എ ഫംഗ്ഷൻ y വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇത് എന്തുമാകാം, ലെറ്റ് ഇറ്റ് ബി എക്സ് സ്ക്വയർ ഓർ ലെറ്റ് ഇറ്റ് ബി ഇ റൈസ് ടു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്, എന്തുമാകാം. ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഇഫ് യു ക്യാൻ യു കൺസ്ട്രക്ട് എ ടേബിൾ ഓഫ് വാല്യൂസ് യൂസിങ് ദിസ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കൺസ്ട്രക്ട് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, എക്സും വൈയും നിങ്ങൾ ഇവിടെ എടുക്കുന്നു. ഓക്കെ, യു ആർ ജസ്റ്റ് ടേക്കിംഗ് എക്സ് ആൻഡ് വൈ and you are just taking some x values, equally spaced x values. So if you take 0, 1, 2, 3, 4, 5, etc. So equally spaced x values. 1 എന്ന് പറയുന്ന ഇന്റർവെല്ലിലുള്ള equally spaced x values, and then you can find out what are these y values. എന്ത് ചെയ്താൽ മതി, if the function is y equal to x square, y equal to x square ആണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഓരോ y വാല്യൂം കിട്ടാൻ എക്സിനെ കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇഫ് യു പുട്ട് x ഈക്വൽ ടു 0, y becomes 0. when you put x equal to 1, y becomes 1. so 2, 4, 9, 16, so 25, so ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, നമുക്കൊരു y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ നേച്ചർ നമുക്കറിയാം. വി നോ ദി എക്സ്പ്ലിസിറ്റ് നേച്ചർ ഓഫ് എഫ് ഓഫ് എക്സ്, ലൈക്ക് വെദർ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ ഓർ എക്സ് ക്യൂബ് ഓർ ഇ റൈസ് ടു എക്സ് എക്സെട്ര. ദെൻ വി കൺസ്ട്രക്റ്റഡ് എ ടേബിൾ ഓഫ് വാല്യൂസ് യൂസിങ് ദിസ് ഫംഗ്ഷൻ. ഇവിടെ വെച്ച് ഞാൻ നിങ്ങളുടെ ചോദിക്കുകയാണ്, അപ്പം ഇത്രയുമാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് 5 വരെ. ഇഫ് ഐ എം ആസ്കിങ് യു വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വെൻ എക്സ് ഈക്വൽ ടു 2.5. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട്സ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വെൻ സം വാല്യൂസ് ഓഫ് എക്സ് വിച്ച് ഇസ് എക്സ് ഈക്വൽ ടു 2.5. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഇതിലുണ്ടോ? ബിക്കോസ് യു നോ ദി എക്സ്പ്ലിസിറ്റ് നേച്ചർ ഓഫ് ദി ഫംഗ്ഷൻ. എന്ത് ചെയ്താൽ മതി, യു ജസ്റ്റ് പുട്ട് എക്സ് ഈക്വൽ ടു 2.5 ഇൻ ദ എക്സ്പ്രഷൻ. സോ y അറ്റ് 2.5 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 2.5 സ്ക്വയർ അല്ലേ, 6.25 എന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞത്, ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്ത പ്രോബ്ലം, വി ഹാവ് സം ടേബിൾ ഓഫ് വാല്യൂസ് and we know the explicit nature of the function. അവിടെ വെച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു അൺനോൺ അല്ലെങ്കിൽ ഒരു വേറൊരു എക്സ് വാല്യൂവിൽ വാട്ട്സ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ ഒരു ഡിഫിക്കൽറ്റിയും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആ ഫംഗ്ഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനാവും. ബട്ട് ഇഫ് യു തിങ്ക് ദി കോൺവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്, കോൺവേഴ്സ് ഇൻ ദ സെൻസ്, ഇഫ് യു ഹാവ് സം ടേബിൾ ഓഫ് വാല്യൂസ്, നിങ്ങൾക്ക് ഒരു ടേബിൾ ഓഫ് വാല്യൂസ് ഉണ്ട്, and you don't know the explicit nature of the function. നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ് നേച്ചർ, ആ ഫംഗ്ഷന്റെ എക്സ്പ്ലിസിറ്റ് നേച്ചർ നിങ്ങൾക്ക് അറിയത്തില്ല. അതായത് നിങ്ങളുടെ കയ്യിലുള്ളത് എക്സ് ആൻഡ് വൈ ആണ്, എക്സും വൈയും ഉണ്ട്, ആൻഡ് വി ഹാവ് എ ടേബിൾ ഓഫ് വാല്യൂസ്, ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇഫ് യു പുട്ട് 1 you will get 2, if you put 2 you will get 4, and if you put 3 you will get 9, if you put 4 you will get 15, and so on. ഇങ്ങനെ ഒരു ടേബിൾ ഓഫ് വാല്യൂസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയാണ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ എക്സ് ഈക്വൽ ടു 3.3. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൽ ടു 3.3. ഇതൊരു റിയൽ പ്രോബ്ലം ആണോ? ബിക്കോസ് വി ഡോണ്ട് നോ ദി എക്സ്പ്ലിസിറ്റ് നേച്ചർ ഓഫ് ദി ഫംഗ്ഷൻ. എക്സ്പ്ലിസിറ്റ് നേച്ചർ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂ. So this is a problem. നമുക്കിതൊരു ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണ്. We need to solve this one. And for this purpose we are using the tool interpolation technique. അപ്പോൾ interpolation technique-ന്റെ യൂസ് ഇതാണ്. Suppose we have some equally spaced x values, or suppose we have some table of values having equally spaced x values, and if you want to know the value of y for some x values,
we can use this interpolation technique to find the same. ഇതിൻ്റെ പ്രയോജനം വളരെയധികം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു റോഡ് എടുക്കുന്നു. ആ റോഡിൻ്റെ ലെന്താണ് ഞാൻ എക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ റോഡിൻ്റെ ടെമ്പറേച്ചറാണ് ഞാൻ എക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി സോ ജസ്റ്റ് കൺസിഡർ എ ഫിസിക്കൽ സിറ്റുവേഷൻ. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 30 ഡിഗ്രി അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ആൻഡ് ഇൻ ദ വൈ വി ആർ മെഷറിങ് ദി ലെന്ത്. അപ്പോൾ ഓരോ ടെമ്പറേച്ചറിലും അതിൻ്റെ ലെന്ത് ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ഇൻ ദി റിസർച്ച് പർപ്പസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രോജക്റ്റിലോ നിങ്ങൾക്ക് വേണ്ട കാൽക്കുലേഷനിലോ, ഇഫ് യു വാണ്ട് ടു നോ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദി റോഡ് വെൻ ദ ടെമ്പറേച്ചർ ഈക്വൽ ടു 2.2 ഡിഗ്രി 2.2 ഡിഗ്രി ആകുമ്പോൾ എന്തുമാത്രം ആണ് അവൻ്റെ ലെന്ത് എന്നുള്ളതായിരിക്കണം നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് 2.2 ഡിഗ്രി അവിടെ എന്ത് ചെയ്യാൻ പറ്റണം, അപ്ലൈ ചെയ്യാൻ പറ്റണം. ഇപ്പം നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റിന് ആ ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്, അതിന് 2 കഴിഞ്ഞാൽ നേരെ 3 ഡിഗ്രി അതിന് എന്ത് ചെയ്യാൻ പറ്റും, ചൂടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആ തെർമോമീറ്റർ അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഒന്നുകിൽ നമ്മൾ അത്രയും പ്രിസിഷനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വാങ്ങാൻ പോകണം, അതിന് കോസ്റ്റ് കൂടും. ഡ്യൂറിങ് ദാറ്റ് പർപ്പസ് വി ക്യാൻ യൂസ് ഇന്റർപോളേഷൻ ടെക്നിക്. ഈ ഇന്റർപോളേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാം വിത്തൗട്ട് മച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ഇഫ് യു നോ സം തിയറി വി ക്യാൻ ഡു അവർ റിസർച്ച്. എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇന്റർപോളേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ തിയറി ഉപയോഗിച്ചുകൊണ്ട് ഈ ടേബിൾ ഓഫ് വാല്യൂസ്, ആ ഇൻസ്ട്രുമെന്റിന് എന്താണോ മെഷർ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ദെൻ യൂസ് ദി ഇന്റർപോളേഷൻ ടെക്നിക് ടു ഫൈൻഡ് വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ദ റോഡ് വെൻ ദ ടെമ്പറേച്ചർ ഈസ് 2.2 ഡിഗ്രി സെന്റിഗ്രേഡ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർപോളേഷൻ നമ്മുടെ റിസർച്ച് പർപ്പസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. നമുക്ക് എന്തുണ്ട്, വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്കുണ്ടെന്നേ അറിയാവുള്ളൂ. വി ഡോണ്ട് നോ ദി എക്സ്പ്ലിസിറ്റ് നേച്ചർ. ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന n+1 പോയിന്റ്സ് വി ഹാവ്. നമുക്ക് എന്തുണ്ട്, n+1 പോയിന്റ്സ് ഉണ്ട്, വിച്ച് മീൻസ് വി ഹാവ് x0 y0. ആ ഫംഗ്ഷനിലേക്ക് x0 കൊടുത്താൽ y0 കിട്ടുമെന്ന് നമുക്കറിയാം. ആ ഫംഗ്ഷനിലേക്ക് x1 കൊടുത്താൽ y1 കിട്ടുമെന്നറിയാം. ആൻഡ് സോ x2 കൊടുത്താൽ x1 കൊടുത്താൽ y1, x2 കൊടുത്താൽ y2 and etc. If you put xn you will get yn. So what is the total number? It is n+1 total points are there starting with x0 y0 and all the points are equally spaced with h interval, which means x1 എന്ന് പറഞ്ഞാൽ എന്താണ്, x0 plus h ആയിരിക്കും. ഓക്കെ, x2 അതായത് ഓരോ പോയിന്റുകൾ തമ്മിൽ എന്താണ്, h ഇന്റർവൽ ആണ്. ഇൻ ജനറൽ യു ക്യാൻ സേ xn ഈക്വൽ ടു x0 plus nh. xn ഈക്വൽ ടു x0 plus nh. ഓക്കെ, അപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. ദ എക്സ് വാല്യൂസ് ആർ ഈക്വലി സ്പേസ്ഡ് ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് y ഫോർ സം എക്സ് വാല്യൂസ് വിച്ച് ആർ നോട്ട് ഇൻ ദി ടേബിൾ. ടേബിളിൽ പറയാത്ത അല്ലെങ്കിൽ നമ്മൾ ടാബുലേറ്റ് ചെയ്യാത്ത എക്സ് വാല്യൂവിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരുന്നു, y വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഇന്റർപോളേഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് തിരിച്ചു പോകാൻ വളരെ പാടാണ്. വി കാൺട്ട് ഗസ് വാട്ട് ഇസ് ദ ഒറിജിനൽ ഫംഗ്ഷൻ. നമ്മളിവിടെ ചെയ്യുന്നത് വി ആർ അപ്രോക്സിമേറ്റിംഗ് ദാറ്റ് ഫംഗ്ഷൻ വിത്ത് എ പോളിനോമിയൽ. ആ ഫംഗ്ഷൻ ബിഹേവ് ചെയ്യുന്നത് പോലെ, ആ ടേബിൾ ഓഫ് വാല്യൂസിൽ ഫംഗ്ഷൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ബിഹേവ് ചെയ്യുന്ന ഒരു പോളിനോമിയലിനെ നമ്മൾ എന്ത് ചെയ്യും, ഇന്റർപോളേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. വി ആർ ജസ്റ്റ് അപ്രോക്സിമേറ്റിംഗ് ദി ഫംഗ്ഷൻ വിത്ത് എ പോളിനോമിയൽ ആൻഡ് ദ ടെക്നിക് ഈസ് കോൾഡ് പോളിനോമിയൽ ഇന്റർപോളേഷൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ ഇന്റർപോളേഷൻ. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒറിജിനൽ ഫംഗ്ഷന് പകരം വി ആർ അസ്യൂമിങ് എ പോളിനോമിയൽ വിച്ച് ബിഹേവ്സ് മോർ ഓർ ലെസ് സിമിലർ ടു ദി ഒറിജിനൽ ഫംഗ്ഷൻ. ഒറിജിനൽ ഫംഗ്ഷനെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസ്യൂം ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്കറിയാം, ഇഫ് യു ഗെറ്റ് എ പോളിനോമിയൽ വിച്ച് സാറ്റിസ്ഫൈസ് മോർ ഓർ ലെസ് സിമിലർ ടു ദി ഒറിജിനൽ ഫംഗ്ഷൻ, പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ നിങ്ങൾക്ക് ഇന്റർപോളേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ആൻഡ് ഇഫ് ഐ ആം ആസ്കിങ് യു വാട്ട്സ് ദ വാല്യൂ ഓഫ് y ഫോർ സം എക്സ് വാല്യൂസ്, എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇപ്പോൾ അസ്യൂം ചെയ്ത ഈ പോളിനോമിയലിലേക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ എന്താണ് ടാസ്ക് സിമ്പിൾ ആവും.
ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ approximation of a function unknown function by means of a polynomial is based on a theorem. ഒരു ഫംഗ്ഷനെ ഒരു പോളിനോമിയലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് ഒരു തിയറം ഉപയോഗിച്ചാണ്. ദ തിയറം സ്റ്റേസ് ലൈക്ക് ദിസ്. സപ്പോസ് യു ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. നിങ്ങൾക്കൊരു എഫ് ഓഫ് എക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഗ്രാഫിക് കാണാം. യു ക്യാൻ സീ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഡിഫൈൻഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയിൽ ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. ദ തിയറം സ്റ്റേസ് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് എ പോളിനോമിയൽ between this a and b in such a way that f of x minus p of x is less than epsilon, where epsilon is a small number. So the modulus value of the difference f of x minus p of x, അർത്ഥം f of x ബിഹേവ് ചെയ്യുന്നത് പോലെ ആര് ബിഹേവ് ചെയ്യും? p of x ബിഹേവ് ചെയ്യും. So you can find a polynomial which behaves more or less similar to this function between a and b, such that the absolute value of the error f of x minus p of x is less than epsilon, where epsilon is a small number. വേറെ രീതിയിൽ പറഞ്ഞാൽ, between this a and b you can find a polynomial whose graph is bounded within the region bounded by plus sigma f of x plus sigma and f of x minus sigma. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു റെഡ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷനിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ആ പോളിനോമിയലിനെ കാണാൻ പറ്റും. ഇതിൻ്റെ എറർ, അതായത് ഈ ഒരു പോസിറ്റീവ് എറർ, ദിസ് ഇസ് എഫ് ഓഫ് എക്സ് പ്ലസ് സിഗ്മ ആയിരിക്കും. ആൻഡ് ഓൾസോ യു ക്യാൻ ഫൈൻഡ് ദിസ് ബൗണ്ടറി ആസ് എഫ് ഓഫ് എക്സ് മൈനസ് സിഗ്മ. ആൻഡ് ബിറ്റ്വീൻ ദിസ് ബൗണ്ടറി യു ക്യാൻ ഫൈൻഡ് എ പോളിനോമിയൽ. Maybe the shape of the graph polynomial will be like this. Okay, so that you can see at some point it behaves more or less similar to the function. ഈ ഒരു പോയിന്റ് അത് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ അല്ല തരുന്നത്. ദർ ഇസ് എൻ എറർ. പക്ഷെ ആ എറർ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാം. നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഒരു പോളിനോമിയലിനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. Based on this theorem, we are just going to find a polynomial which behaves more or less similar to the original function. നമ്മുടെ റിയൽ പ്രോബ്ലം അതാണ്. നമുക്കൊരു ടേബിൾ ഓഫ് വാല്യൂസ് ഉണ്ട്. ആ ടേബിൾ ഓഫ് വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ നമുക്ക് അറിഞ്ഞുകൂടാ. Again we need to find out a value of f of x between value of f of x for some x values which is not there in the table of values. So that we need to approximate the given function by means of a polynomial. അങ്ങനെ പോളിനോമിയലിനെ അപ്രോക്സിമേറ്റ് ചെയ്താൽ based on the value or based on the expression of the polynomial, it is very easy to find out what is the value of y for given x. Clear ആണോ? So one of the methods of this polynomial interpolation technique is the Newton-Gregory interpolation formula. ഞാൻ പറഞ്ഞു, വാട്ട് ഇസ് ദിസ് പോളിനോമിയൽ ഇന്റർപോളേഷൻ. നമ്മൾ അസ്യൂം ചെയ്യുന്ന ഫംഗ്ഷൻ, ഇഫ് ഇറ്റ് ഈസ് എ പോളിനോമിയൽ, ദെൻ ദ ഇന്റർപോളേഷൻ ടെക്നിക് ഈസ് കോൾഡ് പോളിനോമിയൽ ഇന്റർപോളേഷൻ ടെക്നിക്. അതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ന്യൂട്ടൺ ഗ്രിഗറി ഇന്റർപോളേഷൻ ഫോർമുല. സോ ദി ഇന്റർപോളേഷൻ ഫോർമുല ഡിസ്കവേർഡ് ബൈ ന്യൂട്ടൺ ആൻഡ് ഗ്രിഗറി. ആക്ച്വലി ഇറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 1670. 1670 ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആണ് ഇന്റർപോളേഷൻ ഫോർമുല എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. അത് പറയുന്നതിന് മുമ്പ് വി ക്യാൻ ഡിസ്കസ് ഹൗ ടു സ്റ്റാർട്ട് ദിസ് എസ്സേ. അപ്പം ഈ ഒരു ന്യൂട്ടൺ ഗ്രിഗറി ഇന്റർപോളേഷൻ ഫോർമുല നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് വി നീഡ് ടു ഇൻട്രൊഡ്യൂസ് സംതിങ്. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആൻഡ് വി ഹാവ് ദി ടേബിൾ ഓഫ് വാല്യൂസ് equally spaced for equally spaced x values. That means we have, if you put x0 to f of x, we have y0, so that we have some tabulated values x0 y0, x1 y1, x2 y2, etc. xn yn. So we have n plus 1 points and they are equally spaced, so that we can say xn equal to x0 plus nh. xn equal to x0 plus nh. Okay, so yx is the original function,
yx ആയിരുന്നു ഒറിജിനൽ ഫംഗ്ഷൻ. ആ yx എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് അറിയത്തില്ല. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ടു അപ്രോക്സിമേറ്റ് ദിസ് yx വിത്ത് an nth ഡിഗ്രി പോളിനോമിയൽ ynx. nth ഡിഗ്രി പോളിനോമിയൽ ynx. നിങ്ങൾക്കറിയാം ദ ജനറൽ ഫോം ഓഫ് ദിസ് nth ഡിഗ്രി പോളിനോമിയൽ ynx എന്ന് പറയുന്നത് ഇറ്റ് ഈസ് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ plus etc plus an x raised to n. So this is the general form of the nth degree polynomial. പക്ഷേ ഈ പോളിനോമിയലുമായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു തിയറി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു സ്ഥലത്തും എത്താൻ സാധിക്കത്തില്ല. സോ ദാറ്റ് ദേ യൂസ് ദി ന്യൂട്ടൺ ഷിഫ്റ്റഡ് ഫോം ഓഫ് ദി പോളിനോമിയൽ. അപ്പോൾ ഇവിടെ വെച്ച് ന്യൂട്ടൺ സജസ്റ്റ് ചെയ്ത ഒരു nth ഡിഗ്രി പോളിനോമിയലിലാണ് ഈ ഇന്റർപോളേഷൻ ടെക്നിക്കിനെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ന്യൂട്ടൻ്റെ കോൺട്രിബ്യൂഷനും. അങ്ങനെയാണ് ഇന്റർപോളേഷൻ ഫോർമുല ഡെവലപ്പ് ചെയ്യുന്നത്. ന്യൂട്ടൺ സജസ്റ്റഡ് ദാറ്റ് പോളിനോമിയൽ. അത് പിൽക്കാലത്ത് ദാറ്റ് പോളിനോമിയൽ ഇസ് കോൾഡ് ദ ഷിഫ്റ്റഡ് ഫോം ഓഫ് ദി പോളിനോമിയൽ. അദ്ദേഹം പറഞ്ഞത് ദ ഫോം ഓഫ് ദ പോളിനോമിയൽ ഷുഡ് ബി ലൈക്ക് ദിസ് ynx nth ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു a0 പ്ലസ് a1 x മൈനസ് x0. എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ഷിഫ്റ്റ് അവിടെ കണ്ടുപിടിച്ചു. നേരത്തെ നമ്മൾ എക്സ് ആയിരുന്നു a1ൻ്റെ കൂടെ എഴുതിയിരുന്നെങ്കിൽ ഹി യൂസ്ഡ് ദി ഷിഫ്റ്റഡ് ഫോം. വാട്ട് ഈസ് ദ ഷിഫ്റ്റ് ഓഫ് എക്സ് വിത്ത് x0? എക്സ് എന്താണ്? അതായത് നമ്മുടെ കയ്യിൽ കുറേ ടേബിൾ ഓഫ് വാല്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1 കൊടുത്താൽ 2 കിട്ടുമെന്ന് നമുക്കറിയാം. xy വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, 2 കൊടുത്താൽ ലെറ്റ് ഇറ്റ് ബി 5, 3, 7. സോ ദീസ് ആർ ദ തിങ്സ്. അപ്പം ഇവിടെ നമുക്ക് എക്സ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് ഉണ്ട്. എക്സ് വാല്യൂസ് ഈക്വലി സ്പേസ്ഡ് ആണ്. ആൻഡ് വി ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട്സ് ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈക്വൽ ടു 2.5. എക്സ് എന്ന് പറയുന്നത് 2.5 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് ദ എക്സ് വാല്യൂ ഹിയർ. ഇൻ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 2.5. അപ്പോൾ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഏത് വാല്യൂവിലാണോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഏത് എക്സ് വാല്യൂവിലാണോ വൈ കണ്ടുപിടിക്കുന്നത്, ദാറ്റ് വൺ ഈസ് എക്സ്. അപ്പോൾ അത് എന്ത് കണ്ടുപിടിച്ചു? ആദ്യം എക്സ് മൈനസ് x0 ആദ്യം കണ്ടുപിടിച്ചു. വാട്ട് ഇസ് ദ ഷിഫ്റ്റ് ഓഫ് 2.5 വിത്ത് ദി ഫസ്റ്റ് വാല്യൂ? ഇവിടെ നമ്മുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ആരാണ്? x0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ 1 ആണ്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഷിഫ്റ്റഡ് ഫോം ഓഫ് ദി പോളിനോമിയൽ. ദെൻ ഹി റോട്ട് a1 into x minus x0, a2 into x minus x0 into x minus x1. അല്ലേ? ഇപ്പം നമുക്കിത് nth ഡിഗ്രി പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്താൽ മതി. അതായത് ഇത് a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി ഓഫ് എക്സ് ആണ്. a2 എന്ന് പറയുന്നത് ആരുടെ? സെക്കൻഡ് ഡിഗ്രി ഓഫ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. അത് എക്സ് സ്ക്വയറിന്റെ ആയിരുന്നു നേരത്തെ. ഇവിടെ അത് എന്ത് ചെയ്യണം? നിങ്ങൾ യു ഹാവ് ടു കൺസിഡർ, യു ഹാവ് ടു എക്സ്പാൻഡ് ദിസ് ബ്രാക്കറ്റ് x minus x0 into x minus x1. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ പോളിനോമിയൽ ഓഫ് സെക്കൻഡ് ഡിഗ്രി. അതിന്റെ കോഎഫിഷ്യന്റ് തന്നെയാണ് a2. ദെൻ a3 അപ്പോൾ എങ്ങനെ എഴുതാം? a3 എന്ന് പറയുന്ന ടേമിലേക്ക് വരുമ്പോൾ a3 into x minus x0 into x minus x1 into x minus x2 അല്ലേ? അപ്പം ഈ ഒരു പോളിനോമിയൽ എഴുതുന്നതാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടത്. വി യൂസ് ദ ഷിഫ്റ്റഡ് ഫോം ഓഫ് ദി nth ഡിഗ്രി പോളിനോമിയൽ. അല്ലാതെ കൺവെൻഷണൽ ആയിട്ടുള്ള nth ഡിഗ്രി പോളിനോമിയൽ ഉപയോഗിച്ചാൽ ഇത് നമുക്ക് തിയറി സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് കാൻ യു സേ വാട്ട് ദ ലാസ്റ്റ് ടൈം? ലാസ്റ്റ് ടൈം എന്തായിരിക്കും? an into x minus x0 into x minus x1 അല്ലേ? into x minus x2 into x minus x3 etc. Last term is x minus xn minus 1. x minus xn minus 1 അല്ലേ? a0 into a1 into x minus x0, a2 ആണെങ്കിൽ up to x minus x1, a3 ആണെങ്കിൽ up to x minus x2, അങ്ങനെ an ആണെങ്കിൽ it is up to x minus xn minus 1. So this is an nth degree polynomial. ഇതെന്താണ്? ഒരു nth degree polynomial ആണ്. ഏതുപോലെ അല്ല, കൺവെൻഷണൽ ആയിട്ടുള്ള nth degree polynomial പോലെ അല്ല എന്ന് മാത്രം. This is the shifted form of the polynomial. ഇനിയും നമുക്ക് സോ ദിസ് ദ ഷിഫ്റ്റഡ് ഫോം ഓഫ് ദി പോളിനോമിയൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തത്. നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? yx ആയിരുന്നു നമ്മുടെ ഫംഗ്ഷൻ.
ആ വൈ എക്സിനെ ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഈക്വൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പോളിനോമിയലാണ് വൈ എൻ എക്സ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഇനി നമുക്ക് ഈ പോളിനോമിയൽ കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി കോഎഫിഷ്യൻസ് A0, A1, A2 എക്സെട്ര AN എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഈ കോഎഫിഷ്യന്റ് ഫൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വി നീഡ് ടു ഇമ്പോസ് ദി കണ്ടീഷൻ. നമ്മൾ ഇതുവരെയും പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ടേബിൾ ഓഫ് വാല്യൂസിൽ വൈ എക്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അതേ ഉത്തരം തന്നെ ആയിരിക്കണം വൈ എൻ എക്സിനും വരേണ്ടത്. അതായത് ടേബിൾ ഓഫ് വാല്യൂസിൽ ഇഫ് യു പുട്ട് എക്സ് ഈക്വൽ ടു x0, എക്സിന് പകരം x0 കൊടുത്താൽ ഒറിജിനൽ ഫംഗ്ഷൻ y ഓഫ് എക്സ് എത്രയായി? y0 ആയി. സോ ഇഫ് യു പുട്ട് x ഈക്വൽ ടു x0 ഇൻ yx യു വിൽ ഗെറ്റ് y0. അതേ y0 തന്നെ ആർക്ക് വരണം? ഇഫ് യു പുട്ട് x0 ഇൻ വാട്ട്? ynx. അതായത് ynx0യും വാട്ട്? y ഓഫ് x0യും സെയിം ആയിട്ട് വരണം എന്നതാണ് നമ്മുടെ കണ്ടീഷൻ. അത് നമ്മൾ ഇമ്പോസ് ചെയ്താൽ വി വിൽ ഗെറ്റ് വാട്ട്? ദി കോഎഫിഷ്യൻസ് A0, A1, A2 എക്സെട്ര. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാട്ട് ഹാപ്പൻസ് ടു yx ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ynx. സോ ഇഫ് യു പുട്ട് x ഈക്വൽ ടു x0, what is the value of yx? So it is y0 and what is the value of ynx? ynx എന്ന് പറയുന്ന പോളിനോമിയലിൽ നിങ്ങൾ x0 കണ്ടുപിടിച്ചാൽ എത്ര കിട്ടും? അതായത് ഇവിടെ എല്ലാ സ്ഥലത്തും എക്സിന് പകരം x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് x ഈക്വൽ ടു x0 ഇൻ ഓൾ ദി എക്സ്പ്രഷൻ. ഇത് എല്ലാ ടൈമും ക്യാൻസൽ ആവുകയെ. ആര് മാത്രം നിൽക്കത്തുള്ളൂ? A0 മാത്രമേ നിൽക്കത്തുള്ളൂ. ബാക്കി എല്ലാം ക്യാൻസൽ ആയി. അതുകൊണ്ടാണ് ഈ ഷിഫ്റ്റഡ് ഫോം ഓഫ് ദി പോളിനോമിയൽ ഉപയോഗിച്ചത്. നമ്മുടെ കൺവെൻഷണൽ nth ഡിഗ്രി പോളിനോമിയൽ ഉപയോഗിച്ചാൽ ഈ കണ്ടീഷൻ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇമ്പോസ് ചെയ്ത് നമുക്ക് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരും. നമ്മൾ എന്ത് ചെയ്തു? ഇഫ് യു പുട്ട് x ഈക്വൽ ടു x0, ദി പോളിനോമിയൽ ynx ബിക്കംസ് ynx0 വിച്ച് ഇസ് നത്തിങ് ബട്ട് A0 കിട്ടി. അപ്പോൾ നമ്മൾ പഠിച്ചു y ഓഫ് x0യും yn ഓഫ് x0യും എന്താകണം? സെയിം ആയേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർപോളേഷൻ ടെക്നിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. which means y0 equal to A0 or A0 is nothing but y0. നമ്മൾ ആദ്യത്തെ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചു A0 ആരാണ്? വേറെ ആരുമല്ല, ഫസ്റ്റ് y വാല്യൂ. we calculated what is the value of A0. ഇനി A1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? നെക്സ്റ്റ് കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുക. ഇഫ് യു പുട്ട് x ഈക്വൽ ടു x1, യഥാർത്ഥ ഫംഗ്ഷനിൽ യു വിൽ ഗെറ്റ് y1. ദാറ്റ് y1 എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിട്ട് വരണം? y1 എന്ന് പറയുന്നത് പോളിനോമിയലിലേക്ക് x ഈക്വൽ ടു x1 കൊടുത്താൽ യു വിൽ ഗെറ്റ് വാട്ട്? A0 പ്ലസ് A1 x1 മൈനസ് x0. A1 x1 മൈനസ് x0. ആൻഡ് തേർഡ് ടൈം ഓൺവേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്തു? എക്സിന് വരെ x1 കൊടുത്താൽ നിങ്ങൾക്ക് 0 കിട്ടും. ഈ ടൈം 0, അടുത്ത ടൈം 0, എന്ത് ടൈം വരെ 0ലേക്ക് പോകും. അപ്പോൾ ഈ രണ്ട് ടൈം മാത്രമേ y1ൽ നിൽക്കത്തുള്ളൂ. y1 ഈക്വൽ ടു A0 പ്ലസ് A1 ഇൻറ്റു x1 മൈനസ് x0. അതിൽ A0 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു y1 ഈക്വൽ ടു A0 ഇസ് നത്തിങ് ബട്ട് വാട്ട്? y0. സോ ഇറ്റ് ഈസ് y0 പ്ലസ് A1 ഇൻറ്റു x മൈനസ് x0. ഞാൻ പറഞ്ഞു ദീസ് ആർ ഈക്വലി സ്പേസ്ഡ് എക്സ് വാല്യൂസ്. ഈക്വലി സ്പേസ് എത്രയാണ്? h എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലാണ് ഇത് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് A1 ഇൻറ്റു h. സോ വാട്ട് ഈസ് A1? A1 equal to y1 minus y0 by h. y1 minus y0 by h. What is y1 minus y0? It is the forward difference of the functional value. So it is nothing but delta y0 by h. ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തുകൊണ്ട് ഡിഫറൻസ് ടേബിൾ ആദ്യം പഠിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്റർപോളേഷൻ ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡെൽറ്റ y0. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ ഈ ടേബിൾ ഓഫ് വാല്യൂസിൽ നിന്നും ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസിന്റെ ഫസ്റ്റ് വാല്യൂ ആണ് ഡെൽറ്റ y0. ആ പോയിന്റ് ഡിവൈഡ് ബൈ h യു വിൽ ഗെറ്റ് A1. സോ വി ഗോട്ട് A1 ആസ് ഡെൽറ്റ y0 ബൈ h. എന്തൊക്കെ ചെയ്തു ഇതുവരെ? വി റോട്ട് ദി പോളിനോമിയൽ ആൻഡ് വാട്ട്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? വി അപ്രോക്സിമേറ്റഡ് that the function behaved or the polynomial behaved more or less similar to the function in the table of values, so that when you put x equal to x0, table y0 ആണ്, അങ്ങനെയാണെങ്കിൽ അത് ആർക്ക് ഈക്വൽ ആവണം? yn of x0 ആകണം. അപ്പോൾ നമ്മൾ പോളിനോമിയലിൽ x ന് വരെ x0 എടുത്തു, you got A0. So we calculated A0 as y0. Then we got A1 as delta y0 by h.
Similarly, you need to find out what are the values of a2, a3, etc. an. ഒന്ന് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. ഈ ഒരു രീതിയിൽ കിട്ടിക്കാണെന്ന് നോക്ക്. y2, put x equal to x2 in the polynomial, so that you will get this one. Just substitute a1 as delta y0 by h, a0 as y0, എന്നിട്ട് a2 ന് വേണ്ടി റീഅറേഞ്ച് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് y2 minus y0 minus delta y0 by h, x2 minus x0 by x2 minus x0 into x2 minus x1. സോ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? വാട്ട് ഇസ് x2 minus x0? x2 minus x0 is 2h അല്ലേ? x2 minus x0 equal to 2h. This is 2h. So 2h ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ h ഉമായിട്ട് ക്യാൻസൽ ചെയ്യും. ആൻഡ് വാട്ട് ഇസ് ഡെൽറ്റ y0? ഡെൽറ്റ y0 എന്ന് പറയുന്നത് we know it is y1 minus y0. y1 minus y0. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a2 equal to y2 minus y0 minus of ഡെൽറ്റ y0 എന്ന് പറയുന്നത് y1 minus y0. x2 minus x0 2h ആണ്. h ക്യാൻസൽ ചെയ്തു. സോ into 2 divided by x2 minus x0, it is 2h. x2 minus x1, it is h. So 2h square. So you will get y2 minus y0. ഇതിനെ ഒന്ന് മാറ്റിയാൽ y2 minus the e2 y1. The 2 e2 y1 ആദ്യം എടുക്കുന്നു. 2 y2 minus 2y1. Okay, y2 minus 2y1 plus y0 by 2h square. 2h square. We know what is y2 minus 2y1 plus y0. It is the second forward difference, right? So it is second order forward difference. Delta square y0. Delta square y0 by ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, h square 2 factorial. h square 2 factorial. നമ്മൾ നേരത്തെ a1 ചെയ്തപ്പോൾ എത്ര കിട്ടി? a1 ചെയ്തപ്പോൾ you got delta y0 by h. delta y0 by h. a2 ചെയ്തപ്പോൾ ഇത്. ഇനി a3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പോളിനോമിയൽ x3 കൊടുക്കണം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് a3 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് a3 will be ഇതേപോലെ തന്നെ വരും. delta cube y0 by h cube 3 factorial. h cube 3 factorial. Similarly, an കിട്ടിയാൽ an കണ്ടുപിടിച്ചാൽ an equal to nth order forward difference, delta raised to n y0 by h raised to n factorial. h raised to n factorial. Okay, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? a1 കണ്ടുപിടിച്ചു, a0 കണ്ടുപിടിച്ചു, a2 കണ്ടുപിടിച്ചു, a3 കണ്ടുപിടിച്ചു, എക്സെട്ര an. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂ ഇൻ ദി പോളിനോമിയൽ ynx. ynxലേക്ക് എന്ത് ചെയ്യുക? ഈ a0, a1, a2, a3 എല്ലാം കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വി കാൽക്കുലേറ്റഡ് a0, a1, a2, എക്സെട്ര an. ഇനി എന്ത് ചെയ്യണം? ഈ ഷിഫ്റ്റഡ് ഫോം ഓഫ് ദി പോളിനോമിയലിലേക്ക് a0യും a1ഉം ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നമുക്കൊരു ടേം ഉണ്ട് എല്ലാത്തിലും, ഒരു എക്സ് മൈനസ് x0 എന്ന് പറയുന്ന ഒരു ടേം. വാട്ട് ഇസ് ദിസ് എക്സ് മൈനസ് x0? എക്സ് മൈനസ് x0 എന്ന് പറയുന്നത് ലെറ്റ് എക്സ് ബി ദി അൺനോൺ വാല്യൂ ഓഫ് എക്സ്. കാരണം നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ അറിയത്തില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിലുള്ള വാല്യൂ ആണ് എക്സ്. x0 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സ് വാല്യൂ. സോ വാട്ട് ഈസ് എക്സ് മൈനസ് x0? We can assume this x minus x0 as ph, where p is a number and h is the what? The shift between x values. h എന്ന് പറയുന്നത് x valuesന്റെ shift ആണ്. So that we can say x minus x0, the difference between the unknown x value and the first x value is ph. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഓരോ പ്രോബ്ലം മാറുമ്പോഴും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? p കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. എക്സ് വൈ ടേബിൾ ഓഫ് വാല്യൂസ് ഉണ്ട്. എക്സ് ഈക്വലി സ്പേസ്ഡ് ആണ്, 1 ആണ് ഇന്റർവെൽ. നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് y when x equal to 2.5 ആണെന്ന് ഇരിക്കട്ടെ. സോ ഹിയർ x equal to 2.5. അപ്പം വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് p ഹിയർ? ആൻഡ് p equal to x minus x0 by h. p equal to x minus x0 by h. So what is x? 2.5 minus x0, it is 0.
So 2.5 divided by 1. So the answer is 2.5. So in this particular case, P equal to 2.5. അതായത് നിങ്ങൾക്ക് x മൈനസ് എക്സ് സീറോയെ എങ്ങനെ എഴുതാം? 2.5 ഇൻറ്റു 1. അതുപോലെ ഞാൻ ജനറൽ ആയിട്ട് എന്ത് പറഞ്ഞു? എക്സ് മൈനസ് എക്സ് സീറോയെ പി എച്ച് എന്ന് എഴുതാം. ഓരോ പ്രോബ്ലത്തിലും നമ്മൾ ആരെ കണ്ടുപിടിക്കണം? പി എ കണ്ടുപിടിക്കണം. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് yn(x) equal to what? a0ക്ക് പകരം ഇറ്റ് ഈസ് y0 പ്ലസ് a1 പകരം ഇറ്റ് ഈസ് ഡെൽറ്റ y0 ബൈ എച്ച് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. എക്സ് മൈനസ് എക്സ് സീറോയ്ക്ക് എന്ത് കൊടുക്കുക? പി എച്ച് കൊടുക്കുക. സോ ദാറ്റ് പി എച്ച് എച്ച് ക്യാൻസൽ ചെയ്യും. സോ യു വിൽ ഗെറ്റ് പി ഇൻറ്റു ഡെൽറ്റ y0. അടുത്തത് എന്താണ്? a2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഓക്കെ, അത് ഞാൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നു. a2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഓക്കെ, എങ്ങനെ ചെയ്യാം? വാട്ട് ഇസ് a2? a2 ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ y0 by h square 2 factorial. Okay, into x minus x0. What is x minus x0? It is ph. X minus x0 it is ph into x minus x1. So in terms of x0, what is x? X equal to x0 plus ph. x0 plus ph minus x1. x1 ന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? x1 is nothing but x0 plus h. In terms of x0, x1 equal to x0 plus h. നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ എക്സിനെ x0യിൽ എഴുതി, അതുപോലെ തന്നെ x1നെയും x0യിൽ എഴുതി. രണ്ടിനെ നമ്മൾ ആരിൽ എഴുതി? x0യിൽ എഴുതി. എന്ത് കിട്ടും? ഈക്വൽ ടു ഡെൽറ്റ സ്ക്വയർ y0 by h square 2 factorial ph into what? x0 minus x0 cancel, ph minus h. So it is p minus 1 into h. So the final expression is what? Delta square y0. ഓക്കെ, ഇവിടെ എച്ച് സ്ക്വയർ ഇവിടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ബാക്കി അവിടെ ഉള്ളത് പി ഇൻറ്റു പി മൈനസ് വൺ. ഡെൽറ്റ സ്ക്വയർ y0 ഇൻറ്റു പി മൈനസ് വൺ ബൈ 2 factorial. ഓക്കെ, സോ a2 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ എന്ത് കിട്ടി? ഡെൽറ്റ സ്ക്വയർ y0 ഇൻറ്റു പി മൈനസ് വൺ ബൈ 2 factorial. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദിസ് വൺ ഈസ് നത്തിങ് ബട്ട്, അപ്പോൾ നേരത്തെ ഉള്ളതിനെ നമുക്കൊന്ന് മാറ്റിയാൽ ഇവിടെ എന്ത് ചെയ്യും? എച്ച് എച്ച് ക്യാൻസൽ ചെയ്യും. സോ ഇറ്റ് ഇസ് പി ഇൻറ്റു ഡെൽറ്റ y0, റൈറ്റ്? പി ഇൻറ്റു ഡെൽറ്റ y0. അപ്പം അടുത്ത ടൈം നമുക്ക് എങ്ങനെ കിട്ടി? പി ഇൻറ്റു പി മൈനസ് വൺ ബൈ 2 factorial ഡെൽറ്റ സ്ക്വയർ y0. അടുത്ത ഇതേപോലെ നിങ്ങൾ പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. The fourth term is p into p minus 1 into p minus 2 by 3 factorial into delta cube y0 plus etc. So we constructed a polynomial of nth degree by using the difference of the function. നമ്മൾ എന്ത് ചെയ്തു? nth ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിച്ചു. കാരണം ഈ ഡെൽറ്റ y0യും ഡെൽറ്റ സ്ക്വയർ y0യും എല്ലാം തന്നെ നമുക്ക് ഏതിൽ നിന്ന് കിട്ടും? ഡിഫറൻസ് ടേബിളിൽ നിന്ന് കിട്ടും. So the answer is, so this is called Newton-Gregory four-way difference interpolation formula because we used four-way difference here. This is called Newton-Gregory
forward difference interpolation formula. So the final form of the polynomial, final form is ynx equal to, നമുക്കിനി എല്ലാം നമ്മുടെ ടേബിൾ ഓഫ് വാല്യൂസിന് തന്നെ അറിയാൻ പറ്റും. ynx equal to y0 plus p into delta y0 plus p into p minus 1 by 2 factorial delta square y0 plus etc. The last term എന്തായിരിക്കും? p into p minus 1 into p minus 2 into etc. p minus എന്ത് വരും? n minus 1, p minus n minus 1 by n by what? By p into p minus 1 into p minus 2 into etc. plus p minus n minus 1 divided by n factorial delta raised to n by 0. n factorial delta raised to n by 0. Okay, so this is the one. This is the interpolation formula, or this is the polynomial interpolation formula, or this is the polynomial which behaves more or less similar to the original function y of x. ഇനി ഇതിൽ നമ്മൾ ഏത് വാല്യൂ ആണോ നിങ്ങൾക്ക് വേണ്ടത്, you can substitute that value here. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ തവണയും we have to construct the difference table and we have to find out the value p and then use these forward difference functions delta y0, delta square y0 etc. അത് കൊടുത്തുകൊണ്ട് ഈ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഈ ഫോർമുല നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എഴുതി നോക്കുക. ആൻഡ് ദിസ് ഇസ് കോൾഡ് ന്യൂട്ടൺ ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും? വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി എറർ വിച്ച് ഇസ് ദെയർ ഇൻ ദി ന്യൂട്ടൺ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ആൻഡ് വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ഇസ് ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല. അപ്പോൾ അതിന് മുന്നേ ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.